ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാറിൽ നിന്ന് അളവെടുത്ത് മറ്റൊരു ചുരിദാർ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ള അത് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവെടുക്കാം. അപ്പോൾ ഒരു കൈക്കൂടിൻ്റെ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് മറ്റേ സ്റ്റിച്ചിൻ്റെ അതുവരെ നമ്മൾ അളവ് എടുക്കണം. അപ്പോൾ ആ അളവ് നമ്മൾ എഴുതി വെക്കുക, ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി വേണ്ടത് ഷേപ്പ് വേണം. ഷേപ്പിൻ്റെ അളവും ഇതുപോലെ തന്നെ നോക്കുക. ഷേപ്പ് ആ ഒരു ഷേപ്പായിട്ട് നിൽക്കണം ആ ഒരു ഭാഗം കണ്ടില്ലേ നിങ്ങൾ, ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ആ ഒരു അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഹിപ്പിൻ്റെ അളവ് വേണം. ഹിപ്പിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഓപ്പൺ ലെങ്ത്തിൻ്റെ അളവും വേണം, ഓപ്പൺ വിഡ്ത്തിൻ്റെ അളവും വേണം. അപ്പോൾ അതൊന്ന് നോക്കണം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പൺ ലെങ്ത്തിൻ്റെ ആണ്. അപ്പോൾ ഓപ്പൺ ലെങ്ത്ത് എങ്ങനെയാണെന്ന് നോക്കുക വെച്ചാൽ, നമ്മൾ ഈ ആം ഹോള് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത്, കൈക്കൂടിൻ്റെ ആ ഭാഗത്ത് നിന്ന് ആ സ്റ്റിച്ച് ചെയ്തത് അവിടെ നിന്ന് തൊട്ടിട്ട് നമുക്ക് എവിടെ നിന്നാണോ ഓപ്പൺ സ്റ്റാർട്ടാവുന്നത്, സ്ലിറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ടാവുന്നത് അതുവരെയുള്ള അളവാണ്. അപ്പോൾ ഈ ഒരു ചുരിദാറിൽ 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ 14 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വിഡ്ത്ത് നോക്കണം. വിഡ്ത്ത് ഒരു ഓപ്പൺ സൈഡിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റേ ഓപ്പൺ സൈഡ് വരെയുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു അളവ് കിട്ടി. ഇനി അത് എഴുതിയെടുക്കണം. ഇത് അത്യാവശ്യം വീതിയുള്ള ഒരു ചുരിദാറാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള വിഡ്ത്ത് ഉണ്ടാവും. ഇനി നമുക്ക് കൈത്തോക്കിൻ്റെ അവിടെ, കൈക്കോടിൻ്റെ അവിടെ, ഹോളിൻ്റെ അവിടെയൊക്കെ എത്രയാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര ഇതിലാണ് വരുന്നത്. ഇത് അധികവും ആളുകൾ ഈ ഒരു ലെങ്ത്ത് നോക്കാറില്ല കേട്ടോ. പക്ഷേ ഇത് നമ്മളെപ്പോഴും നോക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ചില ആളുകളുടെ ആം ഹോളിൻ്റെ അവിടെ നല്ല ഇതായിരിക്കും, കുറച്ചും കൂടി നല്ല ഇടുങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ചുരിദാർ ഇട്ടാലൊരു കംഫർട്ടബിളായിട്ട് നിൽക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ അധികവും ആളുകൾ ഷോൾഡർ 6 എടുക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ ആം ഹോളിൻ്റെ ആ ഒരു ഇതും 6 തന്നെ എടുക്കും. അതുപോലെ ഷോൾഡർ 7.5 ആണെങ്കിൽ ആം ഹോളിൻ്റെ അവിടെയും 7.5 എടുക്കുക. പക്ഷേ എല്ലാ ചുരിദാറിനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്താണ് അതൊരു ഡിസ്കംഫർട്ടബിൾ ആകും. കാരണം ചില ആളുകളുടെ അവിടെ മാത്രം കുറച്ച് തടി ഉണ്ടാകും. ഇപ്പം ഞാൻ എടുക്കുന്നത് ഇത് നെക്കിൻ്റെ അളവാണ് കേട്ടോ, നെക്കിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചുരിദാർ തയ്ച്ചിട്ട് വരുമ്പോൾ ഇതിൽ 5.5 കാണിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് അതിനുള്ളിലോട്ട് പോകും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ 6 ഇഞ്ചിൽ കൊടുക്കണം, എങ്കിലേ നമുക്ക് 5.5 ഇഞ്ച് കിട്ടുള്ളൂ. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ബാക്ക് ലെങ്ത്ത് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിന് കൊടുത്തിട്ട്, അതായത് ഇപ്പോൾ 4 ഇഞ്ചാണ് കിട്ടുന്നത്, 3.5 ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ 4 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് കൊടുക്കണം. അതല്ല പിന്നെ നമ്മൾ ക്യാൻവാസിലല്ല, നമ്മൾ ലൈനിങ് പീസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിൽ 1/2 ഇഞ്ച് കുറച്ചിട്ട് അല്ലെങ്കിൽ സെയിം ലെങ്ത്തിൽ നമുക്കങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് നോക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും അത് തെറ്റി പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പിടിച്ച് ഷോൾഡർ കറക്റ്റായിട്ട് പിടിച്ച് ഇങ്ങനെ ഒരു വക്കുള്ളൊരു ഭാഗത്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കിട്ടും. നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് വേഗം എഴുതിയെടുക്കാം. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ചില ആളുകൾക്ക് 3.5 ചില ആളുകൾക്ക് 3 ഇഞ്ച് മതിയാകും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. 3.5 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വൈഡായിട്ടുള്ള നെക്കായിരിക്കും. അപ്പോൾ വല്ലാതെ ലെങ്ത്ത് വേണ്ടി വരില്ല വൈഡായിട്ടുള്ള നെക്കാവുമ്പോൾ. പിന്നെ ചില ആളുകൾ വൈഡായിട്ടുള്ള നെക്കാണെങ്കിലും കുറച്ച് ഇറക്കിയിട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്കതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തും എടുക്കണം.
അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 19.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ എഴുതി വെക്കുക. അതുപോലെ താഴത്തെ അളവും അതിൻ്റെ സെൻറ്റർ ഭാഗത്തെ അളവും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടൊരു സ്ലീവിൻ്റെ വിഡ്ത്ത് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ എടുക്കുന്നത് ഫസ്റ്റ് അവിടുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് മാത്രമാണ് കേട്ടോ എടുക്കേണ്ടത്. അതല്ലാതെ തയ്യൽ തുമ്പും കൂട്ടിയാണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു സെൻറ്റർ ഭാഗത്തും കൂടെ ചെയ്യാം. നമ്മളിതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ഇതിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു തുണി എടുത്തിട്ട് ഒരു ചുരിദാർ എടുത്തിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 3 ഇഞ്ച് കൂട്ടി അല്ലെങ്കിൽ 4 ഇഞ്ച് കൂട്ടിയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കറക്റ്റ് അളവിൽ കൊടുത്തിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ടിട്ട് അങ്ങ് വെട്ടി കൊടുത്താൽ മതി. ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോഴാണ് നമുക്ക് 4 ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇനി ഫുൾ ലെങ്ത്താണ് നമുക്ക് നോക്കേണ്ടത്. ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. ആ ലെങ്ത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ചുരിദാറിൻ്റെ താഴെ എത്രയാണോ വീതി എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം കേട്ടോ. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ കണ്ട താഴെയാണ് ഞാൻ അളവ് നോക്കുന്നത്. ചില ആളുകൾക്ക് ആ സ്ലിറ്റിൻ്റെ അതേ വിടുത്ത് തന്നെ മതിയാകും താഴെയും. ചില ആളുകൾക്ക് എന്താണ് കുറച്ചും കൂടി അധികം വിടുത്ത് വേണം അവിടെ താഴേക്ക് എന്നുള്ളതുണ്ടാകും. അതായത് നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ അവിടേക്കൊന്ന് മറഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു രീതിക്ക് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് ആദ്യക്ക് 4 മടക്കുക. ആദ്യം ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ് 4 മടക്കി വെക്കണം. എന്നിട്ട് ഫോൾഡായിട്ടുള്ള ഭാഗത്ത് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ മടക്കി വെക്കുന്നത്. ഓപ്പൺ സൈഡ് ആ ഭാഗത്തേക്കും ഫോൾഡായിട്ടുള്ള ഭാഗം ഈ ഭാഗത്തേക്കും ആക്കി നമ്മുടെ സൈഡിലാക്കി വെക്കുക. എന്നിട്ട് കറക്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അതായത് നമ്മുടെ ലൈനിങ് പീസ് ആകുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ട. എത്രയാണോ നമുക്കിതിപ്പോൾ 2 മീറ്ററാണ് ഉള്ളത്. ആ ഒരു ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 40 ഇഞ്ച്. അപ്പോൾ നമുക്ക് വേണ്ടത് 46-47 ഇഞ്ചിലാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് സാധാരണയായിട്ട്. പക്ഷേ ലൈനിങ്ങിന് അത്രയും ലെങ്ത്ത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത്രയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ യൂണിഫോം കട്ടിങ്ങിൽ ചുരിദാറിൻ്റെ കട്ടിങ്ങിൽ കൊടുത്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഷോൾഡർ വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴോട്ട് ആം ഹോൾ കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കുന്നു. പിന്നെ നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നു, ഷേപ്പ് അടയാളപ്പെടുത്തുന്നു. ഓക്കെ, പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. നമ്മൾ സാധാ സ്ലിറ്റ് ഇല്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാം, സ്ലിറ്റ് അവിടെ നമ്മൾ അടയാളപ്പെടുത്തില്ല. പക്ഷേ ഇതിൽ നമ്മൾ അളവ് അടയാളപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷോൾഡർ അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഞാൻ 7.5 എടുക്കുന്നത്. 3.5 ഇഞ്ച് നെക്കിനും 3.5 ഇഞ്ച് ഷോൾഡറിന് ആ ഒരു ലെവലിലാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ താഴോട്ടും അതേ ലെവലിൽ തന്നെ 7.5 തന്നെയാണ് എടുക്കുന്നത്. ഇനി അതിലോട്ട് കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യണത്. ഒരുവിധം ആളുകൾക്കും കുറച്ചൊക്കെ ഒരു തടിയുള്ള ആളുകൾക്ക് നമ്മളൊരു 7.5 ഇഞ്ചിൽ തന്നെ എടുത്താലും ഉണ്ടാവും കേട്ടോ. പിന്നെ അധികം ഷോൾഡർ ഇറങ്ങി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ 8 ഇഞ്ചിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. എങ്കിലും 7.5 ഇഞ്ചാണ് ഒരു കറക്റ്റ് അളവ്. നല്ല തടിയുള്ള ആളുകൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സാധാരണയായിട്ടുള്ളൊരു ആളുകൾക്ക്, അതായത് കുറച്ചൊക്കെ തടിയുള്ളൂ, ഒരു അത്രയും ഷോൾഡറൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. 7 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് പിന്നെ അത് തയ്ക്കണ സമയത്ത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഒരു 7 ഇഞ്ച് ആണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ
അതിൻ്റെ അളവ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടുതരാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് നമ്മൾ എത്രയാണോ നമുക്ക് 24 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നെങ്കിൽ നമ്മൾ 12 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ഷേപ്പും എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി കൊടുക്കുക. അതായത് നമ്മൾ നിർത്തി വെച്ചിട്ടാണല്ലോ നമ്മൾ അളവെടുത്തത്, അപ്പോൾ അതിൻ്റെ പകുതി കൊടുക്കുക. എന്നിട്ടൊരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഓപ്പൺ ലെങ്ത്തും അടയാളപ്പെടുത്തണം, ഓപ്പൺ വിഡ്ത്തും അടയാളപ്പെടുത്തണം. അപ്പോൾ ഓപ്പൺ ലെങ്ത്താണ് ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ഓപ്പൺ വിഡ്ത്തും കൂടെ അടയാളപ്പെടുത്തണം. ലൈനിങ് പീസുമ്മൽ അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ എല്ലാ അളവുകളും. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാ നമ്മൾ നല്ല തുണിയിൽ പിന്നെ അത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമ്മൾ വിടുത്തെടുക്കുന്നത് അതിലോട്ട് 1.5 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ താഴെ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മളതുപോലെ തന്നെ ചെയ്യുന്നത്. ഇനി താഴോട്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു സ്കെയിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കൊണ്ട് തന്നപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്രയും ഉപകാരമുള്ളൊരു സ്കെയിൽ പിന്നെ വേറെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും ഞാൻ ഈ ഒരു സ്കെയിലാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സ്ട്രൈറ്റായിട്ട് വരയ്ക്കണമെങ്കിലും ഇപ്പോൾ ഒരളവ് നമ്മൾ ഇപ്പോൾ ഈ ഓപ്പണിൻ്റെ അവിടെ കൊടുക്കുകയാണെങ്കിലും ഒക്കെ എല്ലാത്തിനും നമ്മളൊരു പാൻറ്റ് തയ്ക്കുകയാണെങ്കിലും ഒക്കത്തിനും ഇങ്ങനൊരു സ്കെയിലുണ്ടെങ്കിൽ നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നു. അതുപോലെ എനിക്കിപ്പോൾ ഇവിടെ താഴെ വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ ആ 26 ഇഞ്ചിൻ്റെത് പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. ആ 13 ഇഞ്ച് 13ലോട്ട് ഒരു 1.5 ഇഞ്ച് കൊടുത്ത് അങ്ങനെ. ഇനി അതിലോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതുപോലെ തന്നെ വരച്ച അതിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ആം ഹോള് കുഴിച്ച് വരക്കണം കേട്ടോ. അതിന് ആം ഹോൾ ഉള്ളവർ ആം ഹോൾ കർവ് സ്കെയിൽ ഉണ്ടെന്ന് വെച്ചെങ്കിൽ കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് ആ കോണിച്ച ഭാഗത്ത് നിന്ന് മുകളിലോട്ട് 1.5 ഇഞ്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലൂടെ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ, വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വരച്ച് കൊടുത്ത ഭാഗത്തിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് നമുക്ക് പറ്റും. കാരണം എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ പിന്നീട് അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇത് ചെയ്യാനൊന്നും വേറെ ഒരാളെ നമുക്ക് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടേതെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളതെങ്കിലും നമുക്ക് തയ്ക്കാൻ പറ്റും. ഇനി പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യം അപ്പോൾ വരില്ല കേട്ടോ. പിന്നെ സെൻറ്റർ എപ്പോഴും അടയാളപ്പെടുത്താം കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സെൻറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് അത് പിന്നൊന്നും മടക്കി നിർത്തി അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെൻറ്റർ എപ്പോഴന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. പിന്നെ ഇനി നമുക്ക് നല്ല പീസ് വെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ വെക്കുക. എത്രയാണോ നമുക്ക് വിടുത്ത് വേണ്ടത് ആ ഒരു വിടുത്തിൽ മടക്കി വെച്ച് കൊടുത്ത് നല്ല പീസ് ലൈനിങ് അതിൻ്റെ മുകളിൽ നല്ല പീസിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് ഒരേ ലെവൽക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരേപോലെ വെച്ച് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പിൻ ചെയ്ത് അത് മുട്ട് സൂചി കൊണ്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ അളവ് തെറ്റുന്നതോ ആയിട്ടുള്ള പേടി ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മുട്ട് സൂചി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്
കുത്തി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളതിങ്ങനെ പിടിച്ച് വെക്കണ്ടേ, അതിന് പകരം നമുക്ക് ജസ്റ്റ് ഒരു മുട്ട് സൂചി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പൊട്ട് സൂചി വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാറ്. പിന്നെ കോട്ടൻ്റെ ലൈനിങ് ആകുമ്പോൾ മുട്ട് സൂചിൻ്റെ ആവശ്യം വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ടൻ്റെ ലൈനിങ്ങും കോട്ടൻ്റെ നല്ല തുണി ആവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തെന്നി പോകില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രേപ്പിൻ്റെ ക്ലോത്താണെന്നെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടും കോട്ടൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് പിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ അധികവും ഞാൻ എന്ത് ചെയ്യാറ്, പിൻ ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ്. ഇപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ആ സൈഡ് ആ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് സ്ലീവിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ലീവ് തയ്ക്കണം. സ്ലീവ് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്നും കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ബോഡി പാർട്ട് ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് തയ്ച്ച് നോക്കണം കേട്ടോ. വെറുതെ അങ്ങ് വീഡിയോ കണ്ട് പോവരുത്. കണ്ട് നമ്മളൊന്ന് തയ്ച്ച് നോക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടേതെങ്കിലും തയ്ച്ച് നോക്കണം. ഇനി നമുക്ക് വലിയ പീസൊക്കെ വേണം എന്നുണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ കുട്ടികൾക്കൊക്കെ, അതായത് ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടികൾക്കൊക്കെ ചെറിയ രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ലൈനിങ് വെച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ലൈനിങ് ഇല്ലാതെ ഒന്ന് തയ്ക്കുക, പിന്നെ ലൈനിങ് വെച്ചിട്ടൊന്ന് തയ്ച്ച് നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നീട് അത് വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്ക്കുക. ഇനി നമുക്ക് ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെത് നമ്മൾ എന്ത് ചെയ്യുക, ചീത്ത വശത്താണ് നമ്മൾ ലൈനിങ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസിൽ ഫസ്റ്റ് നെക്ക് കട്ട് ചെയ്തിട്ട് അത് അങ്ങ് മറിച്ചടിക്കുകയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വശത്ത് ലൈനിങ് കൊടുക്കുക. അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് ലൈനിങ്ങുമ്മൽ തന്നെയാണ്. അപ്പം നമ്മൾ നല്ല ഭാഗത്ത് നെക്ക് കട്ട് ചെയ്തിട്ട് അത് അങ്ങ് മറിച്ച് കൊടുത്ത് ചീത്ത വശത്തോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. പിൻ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു സമാധാനമാണ്. പിന്നെ എങ്ങനെ വെച്ചാലും അത് അങ്ങും ഇങ്ങും മാറിപ്പോവില്ല. അതിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഞാൻ ബാക്ക് പീസിൻ്റെ നെക്കാണ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്, പിന്നെ 2 ഇഞ്ച് നെക്ക് ലെങ്ത്തും അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മളത് റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. റൗണ്ട് നെക്ക് കൊടുത്തിട്ട് പിന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ലൈനിങ് പീസ് നമ്മൾ നല്ല തുണിയിൽ വെക്കുകയാണ്. നല്ല വശത്ത് വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തോട്ട് മറിച്ചടിക്കുകയാണ് ബാക്ക് വശം ചെയ്യുന്നത്. ഈ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ ബാക്ക് പീസ് അടയാളപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, സെൻറ്റർ ഭാഗത്തുനിന്ന് നമ്മൾ എത്ര ഇഞ്ചാണോ നമ്മൾ നെക്ക് പിടുത്തെടുത്തത് ആ ഒരു നെക്ക് പിടുത്ത് നമ്മൾ നല്ല ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിൽ വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോകും. പിന്നെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് തിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിഞ്ഞു പോകാമെന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ നമുക്കതൊരു ടൈറ്റായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റിച്ചിങ് വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ഒരു ദിവസം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
എങ്കിൽ മാത്രമേ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനും ഒരു സപ്പോർട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.